അമ്മമ്മേ അമ്മമ്മേ സോറി എന്താ ഞാൻ ഇവിടെ കടയില് സോറി ഞാനിവിടെ കടയില് പുതുതായിട്ട് ഫൻസിയാണോ? ആ അതെ അതെ സുധി ഞാനിപ്പോ വരാവേ. ആ എന്റെ പൊന്നളിയ വിഷ്ണു, ഈ എമ്മന്നമ്മ നിസ്സാര കളിയല്ല. ആദ്യം തന്നെ നീ നിന്റെ അക്കൗണ്ട് തുറക്കണം. അതിന് മുമ്പ് ഞാൻ ഈ ഗേറ്റ് ഒന്ന് തുറക്കട്ടെ. ഞാൻ പറയുന്ന കുട്ടിയാ മോനെ. കടയിലോട്ട് വന്നത്. ഹലോ ഹലോ വിഷ്ണു, വെച്ചിട്ട് പോയി തെണ്ടി. വേറെ ആരെങ്കിലും നോക്കാം. ഇവിടെ എന്തോ ആൾക്കൂട്ടം. സ്ഥലമുണ്ട്. എടാ നമ്മുടെ കടയിലോട്ട് വന്നാളാ. എന്താ പേരെന്താന്ന് പറഞ്ഞേ? ഹൻസു. ഹാൻസോ? ഹൻസിക എന്നാ പേര്. ഹൻസു എന്ന് വിളിക്കും. നല്ലതാ. എടാ അത് തുറന്നേക്ക്. ഇതില് എല്ലാത്തിന്റെ ഡീറ്റെയിൽസും റേറ്റും ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കിട്ടും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻസ് കൂടുതലും ഡീലേഴ്സാ. അപ്പോ ബില്ലിന്റെ കാര്യമൊക്കെ പക്കയായിരിക്കണം. ഓക്കെ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതേ ഇതിനോട് ചോദിക്കരുത്, അമ്മയോട് ചോദിച്ചാൽ മതി. മോനെ മോനെന്നാ വിളിച്ചേ? മാറി തരുമോ? എടാ ഇത് ബേസിന്റെ റേറ്റ് ഒക്കെ പഴയതാണല്ലോ നടക്കണേ. അത് പുതുക്കാനാണല്ലോ ഞാൻ രാവിലെ വന്നത്. ഓഹോ. എടാ അപ്പൊ പഴയ ഈ റേറ്റിട്ടാണ് നീ ഓർഡേഴ്സ് ഒക്കെ അടിച്ചു കൊടുത്തത്, കഴിഞ്ഞ ഓർഡറൊക്കെ? പിന്നീട് പുതുക്കാലോ. നീ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. പറയും. ഒറ്റരുത്. ഒറ്റും. കൂട്ടുകാരനാണ് ഞാൻ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ അത് ഞാനൊന്ന് നോക്കിക്കോട്ടെ. പിന്നെന്താ, പുതിയ കുട്ടികൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. നോക്കിയോ നോക്കിയോ. കളർ കോഡ് വെച്ച് നോക്കി കഴിഞ്ഞാൽ എളുപ്പം പറ്റും. എന്താ ഇവിടെ? ഞങ്ങള് ചെയ്തോണ്ടിരിക്ക. പിന്നെ എന്തോ അപ്ഡേറ്റ് അല്ലേ? ബേസിന്റെ റേറ്റ് പഴയത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നോക്കട്ടെ. കുറച്ച് കളേഴ്സിന്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. അത് മാറ്റിയാൽ ശരിയാവും തോന്നുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താടാ? അതെ, അതൊക്കെ വിരുദ്ധേ. കടയിൽ തേങ്ങയൊക്കെ അവര് ചോദിക്കോളൂ. നീ 1.5 ദിവസം തലത്തില്ലേ? നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ സെറ്റപ്പ് ആക്കണ്ടേ? 1.5 മാസം ഞാൻ ഉണ്ടാവത്തില്ല. ഇപ്പത്തെ അമ്മൂമ്മേനെ ചെക്കപ്പ് എന്നും പറഞ്ഞു കൊണ്ടുപോകണം. പിന്നെ ഇവിടെ പണി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോടാ. അവിടെ പണി പെൻഡിങ് ആണ്. എന്താടാ? നമ്മുടെ കടയില് ഇടയ്ക്കൊരുത്തവന്ന് അലമ്പുണ്ടാക്കാറുണ്ടെന്ന് ഞാൻ എന്നോട് പറയാറുണ്ട്. അതവനാ. എടാ ഇവൻ നിന്റെ കൂടെ പണ്ടം കണ്ട് പഠിച്ചതല്ലേ? എത്ര കൊല്ലം മുമ്പ്. ആ സീനൊക്കെ മാറി. അവനൊരു ചേട്ടനുണ്ട്, നീ കണ്ടിട്ടുണ്ടാവും. ശോഭി. ഈ ബാംഗ്ലൂർ പോയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഇവിടെ പനക്കല് ഒരു കുത്തുകേസ് നടന്നു. അന്നത് വലിയ വാർത്തയായിരുന്നു. അതിലൊന്നാം പ്രതി ഈ പറഞ്ഞ ശോഭി. പണ്ട് ഈ ഏരിയയില് അങ്ങേരെ വട്ടം വെക്കാൻ പോകുന്ന ഒരുത്തനും ഉണ്ടായിരുന്നില്ല. ഇനി ആരെയും വട്ടം വെച്ചാൽ തന്നെ നല്ല കിൻഡരിടി കിട്ടും. രണ്ടാം പ്രതി ശോഭി.
ആ കേസ് കഴിഞ്ഞപ്പോ യവന്റെ ചേട്ടനങ്ങ് ഒതുങ്ങി. പക്ഷെ ആ ഗ്യാപ്പില് യവൻ കയറിയ അങ്ങ് ആളായി. യവൻ കാരണം ഈ ഏരിയ മൊത്തം ഇപ്പൊ ഒരു ഭവാനി ആൻഡ് ഗ്യാങ് സെറ്റപ്പാണ്. പാർട്ടി ഇറങ്ങേണ്ടി വരും. അത് നീ കേട്ടിട്ടില്ലേ? ഉള്ള വന്ന പവറടി അന്ന് അവർ തവണ ഒന്ന് വരാവോ? ആ ചെയ്തു വെച്ചത് നീ ചെല്ലേ, ശരിയാണോ ഞാൻ ഒന്ന് പിന്നെ നോക്കാവോ? വൈകുന്നേരം വരാം. ശരിടാ. ഇത് നോക്കൂ, ഓക്കെ അല്ലേ? ഇത് സെറ്റ് ഏകദേശം. ഇനി ജസ്റ്റ് ആ പെർസെന്റേജ് കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി കാനിസ്റ്ററിന്റെ. ബാക്കി ഓക്കെയാ. ബുക്കൊക്കെ ഉണ്ടല്ലോ. എഴുതി വെച്ചാലേ പെട്ടെന്ന് ഓർമ്മ വെക്കും. ഇതാ അമ്മയുടെയാ, ടീച്ചറായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. സ്കൂൾ ടൈമിൽ വേണ്ട ട്രെൻഡ് സാധനമായിരുന്നു. വേറെയും കുറെ ഉണ്ടല്ലോ, വാട്ടർമെലനോ ഗ്രേപ്പോ. അച്ഛനും കുറെ മേടിച്ചിട്ട് വരുമായിരുന്നു. ഈ സ്മെല്ലൊക്കെ എന്തൊരു അണ്ടർ റേറ്റഡ് സെൻസ് ആണല്ലേ. ഒരു പ്രാവശ്യം മനസ്സിൽ പതിഞ്ഞാൽ മതി, ആ ഓർമ്മ എല്ലാം കൂടെ മനസ്സിൽ കയറി വരും. നോക്കി ഏതൊരു സിനിമയ്ക്ക് വേണ്ടി അവൻ ചെയ്തതാ. അമ്മ നോക്കിയതല്ലേ, അത് മതി. ചിത്രേ, നിന്റെ സങ്കടവും വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് എത്ര നാളത്തേക്കെന്ന് വെച്ചാ? കഴിച്ച ആ കഴിച്ചു. ഇതൊന്ന് കോഡൊന്ന് ചെക്ക് ചെയ്യണേ. ആ ധാരത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ്. ആ അതില് നിറച്ച് പൊടിയായിരുന്നു, അപ്പൊ ഞാൻ തുടച്ചിട്ട് വെച്ചതാ. ഇത് മാറ്റാൻ നിക്കണ്ട കേട്ടാ, മനസ്സിലായോ പറഞ്ഞ? അൻസു PG കഴിഞ്ഞെന്നല്ലേ പറഞ്ഞ? ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ? ആ ആ
നമ്മുടെ ക്ലബിന്റെ വാർഷികമാണ്. നമുക്കൊന്ന് ഉഷാറാക്കണ്ടേ? അപ്പൊ സംഭാവന പെയിന്റ് പെയിന്റ് അത് പെയിന്റ് മസ്റ്റാ. അത് ഞങ്ങള് പിന്നെ വന്നെടുത്തോളാം. എടാ ഒരു ചീട്ടാൻ കയറിക്കേ. ചീട്ട് കീറണ്ട. അതിനുശേഷം അങ്ങനെ ഒരു വർത്താനം. പിരിവെന്നും പറഞ്ഞ് വരുന്നവർക്ക് വേലയും കൂലിയുണ്ടെങ്കിലേ ഞാൻ പിരിവ് കൊടുക്കുള്ളൂ. അവനൊക്കെ ആകുമ്പോഴേ പൈസ ഉണ്ടാക്കണതിന്റെ ബുദ്ധിമുട്ടറിയാം. ചേച്ചി കളിക്കാണ്ട് കാശ് കയറി ചേച്ചി. ഇറക്കല്ലടാ. ഇന്നലെല്ലാം പ്രായ തള്ളയല്ല, അതിന്റെ ഒരു വിമാനം കൊടുക്കും. ഇവളേതാ? പുതിയതാണോ? ഇവിടെ മുമ്പുണ്ടായിരുന്നല്ലോ എന്തേ പറഞ്ഞു വിട്ടാ? അതായാലും നന്നായി. പൈസ ഞങ്ങൾ വാങ്ങിക്കും. പൈസ ഞങ്ങൾക്ക് വായിക്കാൻ അറിയാം. വാടാ. നിറവായൊരമ്മയും കരളായ കണ്ണിലെന്നും മറയാതിരിഞ്ഞോരോ നിനവും. കൊള്ളാലോ. എന്നാ പിടിച്ചോ. ഇല്ല ഇട്ടോ. ഇല്ല പോയേക്കുവാ. ഒത്തിരി നേരം എന്നാലേ അവള് ഭ്രാന്താക്കും. അല്ല അവധിക്ക് വന്നിട്ട് മീൻപിടുത്തം മാത്രമേ പരിപാടിയുള്ളോ? ഇല്ലില്ല, ബാലു എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനിവിടെ അങ്ങനെ കൂട്ടൊന്നുമില്ല, ഒറ്റയ്ക്കാ. അപ്പൊ എന്നെ കൈ കിട്ടിക്കഴിഞ്ഞ ഇതുപോലെ പരിപാടിയൊക്കെ ആയിട്ട് വിളിച്ചോണ്ട് പോകും. അപ്പം ഒറ്റയ്ക്കായി പോയ സീനാണല്ലേ? പിന്നെ ചിന്തളക്കാർക്കൊക്കെ ഒരു സ്ഥലം വേണ്ടേ? അപ്പൊ അമ്മ ഒറ്റയ്ക്കല്ലേ? അമ്മ എങ്ങനെ ഒറ്റക്ക വന്നേ? അമ്മക്ക് അമ്മൂമ്മ ഇല്ലേ? പിന്നെ ആരെ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ആരും വന്നാലും അമ്മ വഴക്കുണ്ടാക്കും. വഴക്കൊക്കെ ഇപ്പൊ എല്ലാ റിലേഷനിലും ഉള്ളതല്ലേ? അതങ്ങ് ഫിഗർ ഔട്ട് ചെയ്താ പോരെ? അതങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ഹൻസു എല്ലാ റിലേഷൻഷിപ്പും പുറത്തുനിന്ന് കാണുന്നത് സിമ്പിൾ ഒന്നുമല്ല. ചിലതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഞാനിപ്പോ അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ വെറുപ്പിച്ചാ? ഏയ് വെറുപ്പിച്ചൊന്നുമില്ല. എന്നാ പിന്നെ ഒരു ഫിലോസഫി അടിക്കട്ടെ. ഈ നമുക്കൊത്തിരി വേണ്ടപ്പെട്ടവരെ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമുക്കൊരു തോന്നല. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാത്തിനും കൂടെ ഫോറെവർ എന്നൊക്കെ ആഡ് ചെയ്യണേ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അതൊക്കെ തെറ്റാന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും
സമയം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ കിടന്ന് കരഞ്ഞിട്ട് എന്ത് കാണിക്കാനാ? അപ്പൊ ശരി, പോയേക്കുവാ. ആയിരം കൊമ്പുള്ള ചെമ്പകച്ചോട്ടില് ഒറ്റക്കിരുന്നു ഞാൻ ഒത്തുപാടും. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട പാടിടേണ്ട. അപ്പൊ എവിടെ നമ്മൾ തുടങ്ങിയത്? ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട. വേമ്പ ശരി ശരി ശരി. അതെ, ഞാനോട് പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോ വരും. അവനോട് അവതരിപ്പിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ആ ഇതെന്താ ഇവിടെ? ആ അച്ഛനാണ്. ഇവിടെ ഒരു 2000 രൂപ വേണം പോളിന്റെ പരിപാടിക്ക്. റിപ്പോർട്ട് ആയിട്ടാക്കിയതല്ലേ, എന്റെ പൈസ ഒന്നുമില്ല. അതെ, കൊടുത്തേ, എഴുതി വെച്ചാൽ മതി. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് കുഴപ്പമില്ല. ബാംഗ്ലൂർ ഭാഗത്തോട്ടൊക്കെ വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി, അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. മോട്ടിവേറ്റ് അതിന് ഞാൻ തന്നെ പൈസ തരണ്ടേ? അപ്പൊ ശരി എന്നാ. ആ ശരി. സുചിത്രാൻറ്റി, അച്ഛ ഒരു മിനിറ്റ് പോവല്ലേ ആന്റി. പുതിയ എന്നാ പോകുന്നേ? ഞാനിനി 2 ആഴ്ച ഉണ്ടാവും. അച്ഛാ ദേ ഇത് സുചേട്ടന്റെ അമ്മ. അതെ, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അന്ന് കൂടെ ഭർത്താവാണ്. ആ ഇവന്റെ അതേ ചായ ഭർത്താവനെ. കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. അല്ല ഇതാര്? സിംഗപ്പൂര് സിംഗോ? എവിടെ പോണ തൊപ്പിയൊക്കെ വെച്ചോണ്ട്? വേട്ടയ്ക്ക് നിങ്ങളാ കിട്ടിയത് തന്നെ. ഓക്കെ ബൈ. ഞാൻ ഇടക്ക് വരാറില്ല. ഓ ഓ ശരി. അവിടെ ഏതൊരു അമ്മാൻ വണ്ടി? അമ്മാൻ വേണ്ടിയോ? ആ ഒരു വണ്ടി നിറച്ച അമ്മാന്മാര്. അങ്കിൾ. ഇത് ബാലുച്ചേട്ടൻ. ഇയാൾക്ക് വേറാണോ നീ ഇവിടെ കയറിയത്? അതെ അതെ. ആ അതായാലും നന്നായി. ആരാ ആരാ? എന്റെ അച്ഛനാ. നിന്റെ അച്ഛനാ? പ്രിഡിക്റ്റബിൾ. വിളിച്ചെന്ത്? ആ അത് ഒരു മിനിറ്റ് പറയാം. ഞാനില്ലാത്തപ്പോ കടയൊക്കെ നോക്കണ്ടോ? അമ്മേ, ഹൻസു ഒരു ഐഡിയ പറഞ്ഞായിരുന്നു അല്ലേ? നമ്മൾ ഈ വീട്ടുപണി നടക്കെടുത്തോട്ടെ, ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എത്തിക്കുന്നതിനെ പറ്റി എന്താ അമ്മയുടെ അഭിപ്രായം? നോക്കിയും കണ്ടൊക്കെ ചെയ്താക്കുള്ളൂ. ആ ഞാൻ ബാലുവിന്റെ കൂടെ ഒന്ന് പുറത്തു പോവാ. അവന്റെ അമ്മാവന്റെ വീടുപണി നടക്കുക. അപ്പൊ ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം. ശരി ശരി. പൈസ എത്ര ഷോട്ട് ഉണ്ടാ? 4500. ചേട്ടന്റെ കൂടെ നടന്നിട്ടൊരു കിണ്ടി ഉണ്ടാക്കിയില്ലല്ലോ. പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. മോട്ടർ വേണം. ആ ഏതിന്റെ ചേട്ടാ വേണ്ട? വലുത് തന്നെ എടുത്തോ. ഒന്ന് പെട്ടെന്ന് ഇറങ്ങണേ. എടുക്കല്ലേ ചേട്ടാ? എത്രയാ നോക്കട്ടെ. 6400 രൂപ. കേറിയിട്ടുണ്ട്.
ചേട്ടാ ഒരു മിനിറ്റേ, കേറിയിട്ടില്ല. കേറിയിട്ടുണ്ടേ അല്ല ഏട്ടാ, നിക്കേട്ടാ, കേറിയിട്ടില്ല. കേറിയിട്ടുണ്ടേ കേറിയിട്ടില്ല ഏട്ടാ.